നമുക്ക് ആരംഭിക്കാം. ഓ ദശമം 85 തുടങ്ങല്ലേ? അതെ, ഇന്ന് 85 തുടങ്ങും. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 85. ശ്രീബാദരായണിരുവാചാം അഥൈകദാത്മജൗ പ്രാപ്തൗ കൃതപാദാഭിവന്ദനൗ വസുദേവോഭിനന്ദ്യാഹ പ്രീത്യാ സംഘർഷമച്യുതൗ. അഥ ഏകദാ ആത്മജൗ പ്രാപ്തൗ കൃതപാദാഭിവന്ദനൗ. അഥ അനന്തരം ഏകദ ഒരിക്കൽ ആത്മജൗ പുത്രന്മാർ രണ്ടുപേരും, വിവചനമാണ്, ബലരാമനും കൃഷ്ണനും, പ്രാപ്തൗ എത്തിച്ചേർന്നിട്ട് കൃതപാദാഭിവന്ദനവും പാദാഭിവന്ദനം ചെയ്തവരായിട്ട് വസുദേവോ അഭിനന്ദ്യ ആഹ. വസുദേവൻ അഭിനന്ദിച്ചുകൊണ്ട് ആഹ പറഞ്ഞു, പ്രീത്യ സന്തോഷത്തോടെ, സംഘർഷമച്യുതവും ബലരാമനോടും അച്യുതനോടും ഏറ്റവും സന്തോഷത്തോടെ വസുദേവ ഇങ്ങനെ പറഞ്ഞു. അഥൈകതാത്മജൗ പ്രാപ്തോ കൃതപാദാഭിവന്ദനൗ വസുദേവോഭിനന്ദ്യാഹ പ്രീത്യാ സംഘർഷമച്യുതൗ. അഥൈകതാത്മജൗ പ്രാപ്തോ കൃതപാദാഭിവന്ദനൗ വസുദേവോഭിനന്ദ്യാഹ പ്രീത്യാ സംഘർഷമച്യുതൗ. മുനീനാം സ്വവച ശ്രുത്വാ പുത്രയോർധാമസൂചകം തദ്വീര്യർജാതവിശ്രംഭ പരിഭാഷ്യാഭ്യഭാഷതാം. മുനീനാം സ്വവചനഃ ശ്രുത്വ, മുനിമാരുടെ വാക്ക് കേട്ടിട്ട്. തീർത്ഥയാത്രയിൽ വെച്ച് മുനിമാരെ ഭഗവാനെ പ്രശംസിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ട് പറഞ്ഞ സകല ആത്മതത്വങ്ങളും വസുദേവർ കേട്ടു. ഈ യജ്ഞം അവിടെ വസുദേവരുടെ യജ്ഞത്തെ പരിസമാപ്തമാക്കി തീർത്തു. എല്ലാവരും പോയ കഥകളാണ് ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് മഹർഷിമാര് പറഞ്ഞ ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും അസാധാരണമായ വൈഭവത്തെക്കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ കേട്ടിട്ട് പുത്രയോഹോ ധാമ സൂചകം, പുത്രന്മാരുടെ, ഇവിടെ ധാമ എന്താ അവരുടെ പ്രഭാവം, ശക്തി, മാഹാത്മ്യം, അതിനെ സൂചിപ്പിക്കുന്ന വചഃ. പുത്രയോഹോ ധാമസൂചകം വചഃശ്രുത്വ, തന്റെ പുത്രന്മാരുടെ അത്ഭുതമുളവാക്കുന്ന കൃത്യങ്ങൾ സൂചിപ്പിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് തദ്വീര്യൈഹി ജാതവിശ്രംഭ, ആ വീര്യത്തോടെ, അവരുടെ പരാക്രമങ്ങളിൽ ജാതവിശ്രംഭ ഉണ്ടായ വിശ്വാസം, വിശ്രംഭം വിശ്വാസം, ജാതവിശ്രംഭ ഉണ്ടായ വിശ്വാസത്തോടെ പരിഭാഷ്യ അഭ്യഭാഷത, പരിഭാഷ്യ സംബോധന ചെയ്തിട്ട്, വിളിച്ചിട്ട്, അഭ്യഭാഷത പറഞ്ഞു, അഭാഷത അഭ്യഭാഷത പറഞ്ഞു. അങ്ങനെ മുനിമാരെ തന്റെ പുത്രന്മാരായ രാമകൃഷ്ണന്മാരുടെ മഹാത്മ്യം വളരെ വിസ്തരിച്ച് പറഞ്ഞത് നന്നായി വിശ്വാസത്തോടെ കേട്ടവനായ വസുദേവര് പുത്രന്മാരെ സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. മുനീനാം സവച ശ്രുത്വാ പുത്രയോർധാമസൂചകം തദ്വീര്യർജാതവിശ്രംഭ പരിഭാഷ്യാഭ്യഭാഷതാം. മുനീനാം സവച ശ്രുത്വാ പുത്രയോർധാമസൂചകം തദ്വീര്യർജാതവിശ്രംഭ പരിഭാഷ്യാഭ്യഭാഷതാം. കൃഷ്ണകൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതനാം ജ്ഞാനേവാമസ്യത് സാക്ഷാത് പ്രധാന പുരുഷൗ പരൗ. ഹേ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ, ഹേ യോഗാത്മകനായ ശ്രീകൃഷ്ണ, സംഘർഷണ, ബലരാമനെ വിളിച്ചവനാണ്. സംഘർഷിക്കപ്പെട്ടതുകൊണ്ട്, ആ വീര്യത്തെ ആകർഷിച്ചു കൊണ്ടുപോയത് കൊണ്ട് സംഘർഷണം എന്ന് പേര് കിട്ടിയതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സനാതന, ഒരിക്കലും നശിക്കാത്തവനാണ്, നാശരഹിതനായ ഹേ ഭഗവൻ.
ജാനേ അറിയുന്നു, അഹം ജാനേ ഞാൻ അറിയുന്നു, വാം നിങ്ങൾ രണ്ടുപേരുടെയും, അഫ്യ യത് സാക്ഷാത് പ്രധാന പുരുഷവും പരവും ഇതിന്റെ സാക്ഷാത്തായ പ്രധാന പുരുഷന്മാരും അതുപോലെ ഈശ്വരന്മാരുമാണെന്ന് ഞാൻ അറിയുന്നു. വാം നിങ്ങളെ രണ്ടുപേരെയും, അഫി ഏത് സാക്ഷാത് പ്രധാന പുരുഷവും പരവും നിങ്ങൾ പരമേശ്വരന്മാരായ പ്രധാന പുരുഷന്മാരാണെന്ന് അഹം ജാനേ എനിക്ക് ഇന്ന് ശരിക്കും മനസ്സിലായി. നിങ്ങൾ എൻ്റെ പുത്രന്മാരല്ല, അങ്ങനെ ഞാൻ ധരിച്ചിരുന്നു. പക്ഷെ അല്ല, നിങ്ങൾ പ്രധാന പുരുഷേശ്വരന്മാരായ പരമേശ്വരന്മാരാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണഫനാതനാം യാനേവാമഫ്യയത് സാക്ഷാത് പ്രധാന പുരുഷൗ പരവും. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണഫനാതനാം യാനേവാമഫ്യയത് സാക്ഷാത് പ്രധാന പുരുഷൗ പരവും. യത്രയേന യതോ യസ്മൈ യഥാ യദാം സ്യാദിദം ഭഗവാൻ സാക്ഷാത് പ്രധാന പുരുഷേശ്വരാം. എത്ര യാതൊരിടത്ത്, ഏന യാതൊരുവനാൽ, യഥ യാതൊരുവനിൽ നിന്നും, യസ്യ യാതൊരുവന്റെ, യസ്മൈ യാതൊരുവനായി കൊണ്ട്, യത് യത് യാതൊന്ന് യാതൊന്ന്, യഥാ എപ്രകാരമാണോ, യഥാ എപ്പോഴാണോ, സ്യാത് ഇതം ഭഗവാൻ സാക്ഷാൽ പ്രധാന പുരുഷേശ്വരൻ ഇങ്ങനെയുള്ളവൻ സാക്ഷാൽ പ്രധാന പുരുഷേശ്വരനാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നുവെന്ന്. ഇവിടെ യത്ശബ്ദത്തിന്റെ 4 വിഭക്തികൾ പ്രത്യേകം നിരത്തിയിട്ട് അതിന്റെ അർത്ഥബോധത്തിൽ കൂടിയാണ് നമ്മളെ കാര്യം മനസ്സിലാക്കാൻ പുറപ്പെട്ടത്. എത്ര എന്നുള്ളത് സപ്തമിയുടെ അർത്ഥത്തിലുള്ള ഒരു ത്രല്ലാണ്. അപ്പൊ എത്ര എന്ന് വെച്ചാൽ യസ്മിൻ എന്ന അർത്ഥം യാതൊരിടത്ത്, ഏന എന്നുള്ള തൃതീയ, യതഹ എന്നുള്ള പഞ്ചമി, യസ്യ എന്നുള്ള ഷഷ്ടി, യസ്മൈ എന്നുള്ളത് ചതുർത്ഥി. നമുക്ക് ഇത്രയും വിഭക്തികൾ ഒരുമിച്ച് കൂട്ടിയിരിക്കാം. എത്ര, ഏന, യതഹ, യസ്യ, യസ്മൈ. യത് യത്, യഥാ, അതുപോലെ തഥ. യാതൊന്നിലാണോ, യാതൊരുവനാലാണോ, യാതൊന്നിന്റെ സംബന്ധമായിട്ടാണോ, യാതൊരുവൻ ആയിക്കൊണ്ടാണോ, യാതൊരു കർത്താവ്, യാതൊരു കർമ്മം, യത് യത്, യഥാ എപ്രകാരത്തിൽ, യഥാ ഏത് കാലത്തിൽ, ഇതം ഈ കാണപ്പെടുന്ന ലോകം മുഴുവൻ ഭവിക്കുമോ, സ്യാത് ഇതം സ്യാത് ഉണ്ടാകും. ഈ കാണപ്പെടുന്ന ലോകം മുഴുവൻ യാതൊരാളിലാണോ ഉണ്ടാകുന്നത്, യാതൊരുവനാലാണോ ഉണ്ടാകുന്നത്, യാതൊന്നിന്റെ ബന്ധം കൊണ്ടാണോ ഉണ്ടാകുന്നത്, യാതൊരുവനായിക്കൊണ്ടാണോ ഉണ്ടായത്, അതിൻ്റെ കർത്താവ് ആരാണ്, അതിൻ്റെ കർമ്മം ആരാണ്, ഏതു പ്രകാരത്തിലാണ് കർമ്മം ചെയ്യുന്നത്, ഏത് കാലത്തിലാണ്, ഈ കാണപ്പെടുന്ന ലോകം മുഴുവനും സാക്ഷാത്തായ പ്രധാന പുരുഷീശ്വരന്മാരായ പുരുഷന്മാരും ഈശ്വരന്മാരുമായ ഭഗവാൻ തന്നെ ആകുന്നുവെന്ന് എനിക്ക് ഇന്ന് ബോധ്യായി. എത്ര, ഏന, യതോ, യസ്യ, യസ്മൈ, യത് യത്, യഥാ യഥാ സ്യാത് ഇതം ഭഗവാൻ സാക്ഷാത് പ്രധാന പുരുഷേശ്വര. ഈ ലോകം മുഴുവനും അനേക പദാർത്ഥങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്, ഒന്നുകൊണ്ടല്ല. പഞ്ചഭൂതങ്ങൾ, അവയുടെ തന്മാത്രകൾ എന്നിങ്ങനെ അനേക ഘടകങ്ങൾ ചേർന്നാണ് ഉണ്ടായത്. അങ്ങനെ പല പല ഘടകം ചേർന്നുണ്ടായി ഈ പ്രപഞ്ചം ഒരാളിൽ നിന്നും ഉണ്ടായി. ഒരാളാണ് എന്ന് പറയാൻ പറ്റുമോ എന്നൊരു ആശങ്കയ്ക്ക് മറുപടിയാണ് ഈ യത്ശബ്ദം കൊണ്ടുള്ള കളി മുഴുവൻ കളിച്ചത്. ഒരുപക്ഷെ നമ്മളെ വിഭക്തി പഠിപ്പിക്കാനാണെന്ന് തോന്നും. അതിനേക്കാൾ ഉപരി ഈ യത്ശബ്ദം കൊണ്ട് കാരണം ഒരാളാൽ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ഇതെങ്ങനെ പലതായിട്ട് ഭവിക്കുന്നു? 100 കോടി ജീവജാലങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതിൻ്റെ ഇതിൻ്റെ നിയന്താവ് ഒരാൾക്കാകാൻ എങ്ങനെ പറ്റും? ഇവിടെ ഒരാൾ തന്നെ സമസ്ത കർമ്മവും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പല ചോദ്യങ്ങളുടെ മറുപടിയാണ് യസ്മൈ, യസ്മാത്, യതഹ, യസ്മിൻ, യസ്യ. ഇത് മുഴുവൻ എന്റെ മറുപടിയാണ്. ഈ ലോകത്തിന്റെ കർത്താവ്
യാതൊരു ഭഗവാനാണോ? അതേപോലെ ഈ ലോകം ഉണ്ടായിരിക്കുന്നത് യാതൊരാളുടെ സംബന്ധം കൊണ്ടാണോ? ഈ ഈ പ്രപഞ്ചം ഉണ്ടാകാനുള്ള ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒരാൾ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മള് ചോറുണ്ണുമ്പം അരി വേവിച്ച് ചോറുണ്ട്, കുഴപ്പമില്ല, നമുക്ക് സമാധാനമായി. അരി ഉണ്ടാവാനൊരു കാരണമുണ്ട്, അത് നെല്ലാണ്. ആ നെല്ലിന്റെ ചെടിയിലുണ്ടാകുന്ന അരി ഉമിക്കകത്ത് പൊതിഞ്ഞാണ് വരുന്നത്, അതിൻ്റെ അകത്ത് തവിടിൻ്റെ അകത്ത് പൊതിഞ്ഞാണ് വരുന്നത്. ഈ രണ്ട് വസ്തുക്കളും മാറ്റിക്കളഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൽ നിന്ന് അരി എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ ഈ അരി ഉണ്ടായത് യാതൊരു നിമിത്ത കാരണം കൊണ്ടാണോ, യാതൊരു ഉപാദാന കാരണം കൊണ്ടാണോ? എവിടുന്ന അരി ഉണ്ടായത്? നെല്ലിൽ. നെല്ല് എവിടുന്നുണ്ടായി? ഇങ്ങനെ ചോദിച്ചാൽ ആ നെല്ലുണ്ടാക്കാനുള്ള ഉപകരണങ്ങളായ സാധനങ്ങൾ എല്ലാം ഈ ഒന്നിലേക്കാണ് വന്നത്. പിന്നെ ഈ നെല്ലിൽ നിന്ന് കിട്ടുന്ന അരി എന്നുള്ള അതിന്റെ നിമിത്ത കാരണവും, നെല്ല് എന്നുള്ള നിമിത്ത കാരണവും ഒരു വസ്തു തന്നെയാണ്, രണ്ടല്ല. ഇപ്പൊ കുടമുണ്ടാക്കുന്നു, അതേപോലെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപാദാന കാരണവും നിമിത്ത കാരണവും സ്വർണം തന്നെ. കുടമുണ്ടാക്കാനുള്ള ഉപാദാന കാരണവും നിമിത്ത കാരണവും മണ്ണ് തന്നെയാണ്. കുടമല്ല, എത്ര പദാർത്ഥങ്ങൾ ഉണ്ടാക്കും. സ്വർണം കൊണ്ട് എത്ര ആഭരണങ്ങൾ ഉണ്ടാക്കും. ഈ ആഭരണങ്ങളിൽ കാണപ്പെടുന്ന വൈവിധ്യങ്ങൾക്കകത്തെല്ലാം എന്താണ്? സ്വർണം എന്നുള്ള ഒരു നിമിത്ത കാരണമുണ്ട്. ആ ഒരു നിമിത്തത്തെ പല ഉപാദാനങ്ങളാക്കി മാറ്റി, പല പല വിഷയങ്ങളിലാക്കി മാറ്റി. അപ്പം വാസ്തവത്തിൽ മാലയുണ്ടാക്കാനും അതുപോലെ കമ്മലുണ്ടാക്കാനും ഒക്കെ ഉപാദാനങ്ങൾ പലതാണ്. പക്ഷെ ഇതെല്ലാം സ്വർണം എന്ന ഒറ്റ പദാർത്ഥം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. മണ്ണ് കുഴച്ച് പല 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 മോശകളിലേക്ക് മാറ്റി കഴിയുമ്പോൾ പല ഉപകരണങ്ങളായി. അതെല്ലാം അതിന്റെ ഉപാദാന കാരണമാണ്. ആ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഇവിടെ വാസ്തവം എന്ത് തന്നെയാണ്? മണ്ണ് തന്നെയാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കുള്ള നിമിത്ത കാരണവും ഉപാദാന കാരണവും ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ എന്ന ഒരാളിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ വേണ്ട പഞ്ചഭൂതങ്ങളും ആരിനുണ്ടായി? ഈശ്വരൻ തന്നെ ഉണ്ടായി. അപ്പൊ രണ്ടും ഒന്നായിട്ട് കാണും. അങ്ങനെ കാണപ്പെടാറുള്ളത് കൊണ്ടാണ് ഏന യസ്മൈ യസ്മാത് എന്നൊക്കെ ഞാൻ വ്യവഹരിക്കാൻ കാരണം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന അതിന്റെ പ്രയോജക കർത്താവും ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. പഞ്ചഭൂതങ്ങൾ അനങ്ങാതിരുന്ന പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? അവ തമ്മിൽ ചലിച്ച് കൂടിച്ചേർന്ന് എന്ത് ചെയ്യണം? ഈ പ്രപഞ്ചം രൂപീകരിക്കപ്പെടണം. അങ്ങനെ അവയെ തമ്മിൽ കൂട്ടിച്ചേർക്കാനുള്ള അതിന്റെ പ്രവൃത്തിന്മുഖമായ പ്രയോജക കർത്താവും ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. അപ്പൊ താനുണ്ടാക്കിയ മണ്ണ്, താനുണ്ടാക്കിയ വെള്ളം, താനുണ്ടാക്കിയ അഗ്നി, അവയിൽ താൻ തന്നെ പ്രവേശിച്ച് അവയെ എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർക്കണം. നോക്കൂ, ഇതെല്ലാം ഒരാൾ തന്നെയാണ്. എങ്ങനെ പറ്റും എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ്. അതുപോലെ ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം യാതൊന്നാണോ അതും ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു കർമ്മ പദ്ധതി. ആ കർമ്മ പദ്ധതി ആരുണ്ട്? ഈശ്വരനാണ് സമ്പൂർണ്ണമായിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ളത്. അതില്ലെങ്കിൽ ഇതിന്റെ കർമ്മം നടക്കില്ല. അപ്പൊ ഇതിന്റെ കർത്താവും ഇതിന്റെ കർമ്മവും ഒരാൾ തന്നെയാണ്. അതേപോലെ ഏത് കാലത്തിലുണ്ടാക്കുന്നുവോ അതൊക്കെ ഈ പ്രകൃതി പുരുഷീശ്വരന്മാരായ ഈശ്വരന്റെ ശക്തിക്ക് അധീനമാണ് കാലം മുഴുവൻ. കാരണം ഉണ്ടാക്കണമെന്ന് നിശ്ചയിക്കുന്ന കാലവും ഈശ്വരനാണ്, അത് സംഹരിക്കപ്പെടണമെന്ന് നിശ്ചയിക്കുന്ന കാലവും ഈശ്വരന്റെയാണ്. അപ്പൊ ഈ വസ്തുക്കളൊക്കെ ഉണ്ടാവുകയും ഇല്ലാതാകുകയും ചെയ്യുന്ന കാലസ്വരൂപനും ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ ഈ പ്രകൃതി പുരുഷന്മാർ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ആ ബലരാമനെയും കൃഷ്ണനെയും ഒന്നായി നിശ്ചയിച്ച് കണ്ട് ഏകവചന പ്രയോഗമാണ്. ഇല്ല, നോക്കിക്കോളൂ. യതഹ, യസ്യൈ, യസ്യ, യസ്മൈ, യത്, ഇതെല്ലാം ഏകവചനമാണ്. രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. രണ്ടുപേരെ ഇവിടെ ഒന്നായിട്ട് ഉണ്ടാകും, രണ്ടായിട്ട് ഭാവന കാണുന്നേ ഇല്ല. തന്റെ പുത്രന്മാർ രണ്ടുപേരും ഒരു ഈശ്വരൻ തന്നെയാണ് എന്ന്. അതുകൊണ്ട് ബലരാമനെയും കൃഷ്ണനെയും പുറത്തു നോക്കുമ്പോൾ രണ്ടായിട്ട് തോന്നുമെങ്കിലും അതെല്ലാം പുറമേ നോക്കുമ്പോൾ ഒരു ഭോക്താവാണ്, ഒരു ഭോജനമാണ്.
ഈ രണ്ടുപേരെയും കാണപ്പെടുന്ന ആള് ഭോക്താവാണ്. രണ്ടുപേരെയും തന്റെ മക്കളെന്ന് അനുഭവിക്കുന്നതും ഭോജ്യമാണ്. ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. ആര് തന്നെയാണ്? രണ്ടുപേരും ബലരാമനും കൃഷ്ണനും രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടുപേരും രണ്ടല്ല. അതുകൊണ്ട് ഈ ആയ ലോകത്തിൽ സർവത്തിനും കാരണവും നിയന്താവും ഏകനായ അങ്ങ് തന്നെയാണെന്ന് ഞാനിപ്പോൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഒന്ന് നന്നായിട്ട് സ്മരിച്ച് തന്റെ പുത്രന്മാരല്ല എന്ന് ഉറപ്പിക്കലാണ്. ഇതാര് തന്നെയാണ്? സാക്ഷാൽ ജഗദീശ്വരൻ തന്നെ. ഒരാൾ തന്നെ, രണ്ടല്ല, നാലല്ല, 10 അല്ല, 100 അല്ല, 1000 അല്ല, കൂടിയാകാം. അപ്പൊ പിന്നെ ഒരാൾ ഇവിടെ രണ്ടായിട്ട് കണ്ടതിൽ അത്ഭുതപ്പെടാനില്ല. എത്രയേന ഏതോയിഫ്യാം യസ്മൈ യഥാ യഥാം ഖ്യാതിദം ഭഗവാൻ സാക്ഷാത് പ്രധാനപുരുഷേശ്വരാം. എത്രയേന യസ്മൈ യഥാ യഥാം ഖ്യാതിദം ഭഗവാൻ സാക്ഷാത് പ്രധാനപുരുഷേശ്വരാം. സാറേ, കേനോപനിഷത്തും അല്ല അവിടെ വരുന്നത്? എല്ലാ ഉപനിഷത്തിലും ഈ ആശയം തന്നെ പറയുന്നുണ്ട്. കേനത്തിൽ ആരാൽ ഇത് ഉണ്ടാക്കിയെന്നാണ്? ഈശ്വരനാൽ. അത്രയാണ്. ആരുടെ ചൈതന്യം കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചലിച്ച് സഞ്ചരിച്ച് കാറ്റ് വീശുന്നത്, സൂര്യൻ ഉദിക്കുന്നത്, ഇതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ശക്തിയുടെ കൊണ്ട് തന്നെയാണ്. അത് ഉപനിഷത്ത് സ്ഥാപിക്കുന്നത് തന്നെയാണ്. ഏതന്നാനാവിധം വിശ്വം ആത്മസൃഷ്ടമഥോക്ഷജാം ആത്മന അനുപ്രവിശ്യാത്മൻ പ്രാണോ ജീവോ ബിഭർഷ്യജാം. ഏതത് നാനാവിധം വിശ്വം, ഈ കാണപ്പെടുന്ന നാനാതരത്തിലുള്ള വിശ്വത്തെ ആത്മസൃഷ്ടം, തന്നെത്താൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. നാനാപ്രകാരത്തിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അധോക്ഷജ, അധോക്ഷജൻ, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തു നിൽക്കുന്നവൻ. അക്ഷം ഇന്ദ്രിയം, അക്ഷജം ഇന്ദ്രിയത്തിൽ നിന്നും ഉണ്ടാകുന്ന അറിവ്, ഇന്ദ്രിയജ്ഞാനം. അതിനെ അധക്കരിക്കുന്നവൻ അധോക്ഷജൻ. കേവലമായ ഇന്ദ്രിയജ്ഞാനം കൊണ്ട് കണ്ടെത്താൻ പറ്റാത്തവനാണ് ഈശ്വരൻ എന്നുള്ളത് കൊണ്ട് ഈശ്വരനെ അധോക്ഷജൻ എന്ന് വിളിക്കുന്നതാണ്. ആത്മന അനുപ്രവിശ്യ, താൻ തന്നെത്താൻ പ്രവേശിച്ചിട്ട് ആത്മൻ, ആത്മസ്വരൂപനായ ഇന്ദ്രിയഗോചരനല്ലാത്തവനായ ഹേ ഭഗവാൻ, അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട നാനാവിധത്തിലുള്ള ഈ പ്രപഞ്ചത്തിന്റെ സമസ്ത പദാർത്ഥങ്ങളിലും തൻ്റെ ആത്മാവ് കൊണ്ട് അനുപ്രവിശ്യ, പ്രവേശിച്ചിട്ട് പ്രാണോ ജീവോ വിഭർഷി അജ, പ്രാണനായിട്ടും ജീവനായിട്ടും ഒക്കെ അവയെ ഭരിച്ചുകൊണ്ടേ. മുമ്പത്തെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പൂർത്തീകരിച്ചു. ഒരാൾ ഉണ്ടാക്കുന്നു, ഒരാൾ തന്നെ അതിനെ ധരിക്കുന്നു, ഒരാൾ തന്നെ അതിനെ ഇല്ലായ്മ. ഇതെങ്ങനെ പറ്റും? ഇതാ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതന്നെ സാധിക്കുന്നതാണ്. ദേവന്മാരെ, ഗന്ധർവന്മാരെ, മനുഷ്യരെ, യക്ഷന്മാർ, കിന്നരന്മാർ, സ്ത്രീകൾ, പുരുഷന്മാർ, മൃഗങ്ങൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, ലതകൾ എന്നിങ്ങനെ ബഹുരൂപമായിരിക്കുന്ന ഈ ലോകത്തെ അങ്ങയുടെ ആത്മശക്തി കൊണ്ട് നിലനിർത്തിയിരിക്കുന്നു എന്നർത്ഥം. നമ്മുടെ ആരുടെയും ആത്മശക്തി കൊണ്ടല്ല ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന മാവ്, അതുപോലെ തെങ്ങ്, അതുപോലെ പക്ഷികൾ, വൃക്ഷങ്ങൾ, ഇതൊക്കെ അങ്ങനെ അവിടെ നിൽക്കുന്നു. നമ്മൾ ആരെങ്കിലും വല്ലതും പണിഞ്ഞിട്ടാണോ? ഒന്നുമല്ല. പിന്നെ എന്ത് ചെയ്യുന്നു? അതൊക്കെ യാതൊരു ഈശ്വരന്റെ പ്രേരണ കൊണ്ട്, ശക്തി കൊണ്ട് അനുസ്യൂതമായി നിലനിന്നു പോരുന്നതാണ്. അതേപോലെ താൻ സൃഷ്ടിച്ച ഈ ലോകത്തിൽ താൻ തന്നെ അന്തര്യാമിയായിട്ട് പ്രവേശിച്ച് ഈ ലോകത്തെ ധരിച്ച് പോഷിപ്പിക്കുന്നു. പക്ഷേ അങ്ങേക്ക് ജന്മമരണങ്ങളായ വികാരങ്ങളൊന്നും അങ്ങേക്കില്ല. ഇന്ദ്രിയങ്ങൾ നൽകുന്ന അറിവ് കൊണ്ട് അങ്ങേ കണ്ടെത്താൻ പറ്റും. ഇന്ദ്രിയ അതീതമായ ജ്ഞാനം കൊണ്ട് മാത്രമേ അങ്ങേ കണ്ടെത്താം. അങ്ങുണ്ട് എന്നുള്ള ഉറപ്പാണ്. എന്നാൽ കണ്ണുകൊണ്ട് കാണട്ടെ, ചെവി കൊണ്ട് കേൾക്കട്ടെ, മൂക്കൊണ്ട് അറിയട്ടെ, പറ്റില്ല. കാരണം എന്താണ്? അധോക്ഷജനാണ് അങ്ങ്. അറിഞ്ഞുകൊണ്ടാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചത്. കാരണം ഇന്ദ്രിയം കൊണ്ട് കിട്ടുന്ന പ്രത്യക്ഷാനുഭവം, ഇന്ദ്രിയ പ്രത്യക്ഷജന്യമാണ് ജ്ഞാനം. അതിനപ്പുറത്താണ് അങ്ങയുടെ ഈ ശക്തി. അതുകൊണ്ട് അങ്ങ് തന്നെ സൃഷ്ടിച്ച്, അങ്ങ് തന്നെ അതിൽ പ്രവേശിച്ച്, അങ്ങ് തന്നെ അതിനെ ചലിപ്പിച്ച്, അങ്ങ് തന്നെ അതിനെ തന്നിലേക്ക് ഉപഭോഗിക്കുന്നു. ഏതന്നാനാവിധം വിശ്വം ആത്മസൃഷ്ടമഥോക്ഷജാം ആത്മന അനുപ്രവിശ്യ ആത്മൻ പ്രാണോ
ജീവോ ബിഭർഷ്യജാം ഏതന്നാനാവിധം വിശ്വം ആത്മസൃഷ്ടമഥോക്ഷജാം ആത്മനാനുപ്രവിശ്യാത്മൻ പ്രാണോ ജീവോ ബിഭർഷ്യജാം പ്രാണാദീനം വിശ്വസൃജം ശക്തയോ യാഹ പരസ്യത പാരതന്ത്ര്യാത് വൈഫാദിശ്യാത് ദ്വയോശ്ചേഷ്ടൈവ ചേഷ്ടതം. പ്രാണാദീനാം പ്രാണാദികളുടെ വിശ്വസൃജാം യാഹ ശക്തയ വിശ്വത്തെ സൃഷ്ടിക്കുന്ന ലോക സൃഷ്ടിക്ക് സാധനങ്ങളായ യാതൊരു ശക്തികളുണ്ടോ? അതെന്താണ്? ഈ പ്രാണാദികളായ ശക്തി കൊണ്ടാണല്ലോ ലോകത്തെ ഇങ്ങനെ ഈ പ്രാണൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ സമസ്ത പദാർത്ഥങ്ങളും ഉണ്ടായി വളർന്ന് വലുതായി പാകമായി താഴെ വീണ് നശിച്ചു പോകുന്ന പ്രാണന്റെ ശക്തി കൊണ്ടാണ്. അപ്പൊ പ്രാണന്റെ എത്രയോ തരത്തിലുള്ള ഈ ലോക സൃഷ്ടിക്ക് വിശ്വസൃജാം അതിന് ഉള്ള ശക്തികളായിട്ട് യാതൊന്നാണോ ഇവിടെ നിലനിൽക്കുന്നത് അതൊക്കെ പരസ്യ ഈശ്വരന്റെയാണ്, ആ പരമാത്മ സ്വരൂപന്റെയാണ്. രണ്ടിനും പാരതന്ത്ര്യമുണ്ട്, രണ്ടും സ്വതന്ത്രമല്ല. ഈശ്വരനും സ്വതന്ത്രമല്ല, ഈ വസ്തുവും സ്വതന്ത്രമല്ല. ദ്വയോഹോ പാരതന്ത്രയാ രണ്ടെണ്ണത്തിന്റെ പാരതന്ത്ര്യം കൊണ്ട് സാദൃശ്യമില്ലായ്മ അനുഭവപ്പെടും. വൈസാദൃശ്യം വിഗതമായ സാദൃശ്യത്തിന്റെ അവസ്ഥ. വിസാദൃശ്യ ഭാവ വൈസാദൃശ്യം എന്നാണ്. സാദൃശ്യം തോന്നാത്ത ഒരവസ്ഥ. അതുകൊണ്ട് ചേഷ്ടതാം പ്രവർത്തിപ്പിക്കുന്നവരുടെ ചേഷ്ട തന്നെയാണ് പ്രവൃത്തി എന്നർത്ഥം. അത്ര വിദഗ്ധമായി അവതരിപ്പിച്ചു. ഞാൻ കാണിക്കുന്ന ഓരോ ചേഷ്ടകളും എന്റേതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈശ്വരന്റെ ശക്തി പ്രവർത്തിക്കുന്നത് ശക്തിയാണ്. പക്ഷെ ഈ പ്രവൃത്തി ആരുടേതാണ്? എന്റേതാണ്. ഈ ലൈറ്റിന്റെയും ഫാനിന്റെയും ഒക്കെ അകത്തുകൂടി കറണ്ട് പ്രവഹിക്കുന്നുണ്ട്. ഇത് കത്തുന്നത് കറണ്ടിന്റെ ശക്തി കൊണ്ടാണ് സമ്മതിച്ചു. പക്ഷെങ്കിൽ ഈ ബൾബിന്റെ ഫിലമെന്റ്, അതേപോലെ ബൾബിന്റെ അകത്തുള്ള ഓരോ ഘടകങ്ങൾ, അത് ഈ പ്രവർത്തിക്കുന്നത് ഈ ബൾബ് എന്ന ഭൗതിക വസ്തുവിന്റെ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. കറണ്ട് വിടുക മാത്രമേ എന്റെ ജോലിയുള്ളൂ. കറണ്ട് ഉള്ളതുകൊണ്ട് ടി വി വർക്ക് ചെയ്യണമെന്നില്ല, റേഡിയോ വർക്ക് ചെയ്യണമെന്നില്ല. കാരണം എന്താണ്? അതിനകത്തുള്ള ഉപകരണങ്ങൾ പലപ്പോഴും തകരാറാവാം. അപ്പൊ അതിന്റെ തകരാറ് കൊണ്ടാണ് വാസ്തവത്തിൽ അത് പ്രവർത്തനക്ഷമം അല്ലാത്തത്. ഇതുപോലെ ഈശ്വരന്റെ ശക്തി എല്ലായിടത്തും വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ ആ ശക്തി സ്വതന്ത്രമല്ല. എന്നാൽ ശക്തി വ്യാപരിക്കുന്ന ആ ഘടകമായ പദാർത്ഥം അത് സ്വതന്ത്രമല്ല. നോക്കൂ, കറണ്ട് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല, കറണ്ട് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യാൻ പറ്റൂ. രണ്ടും അസ്വതന്ത്രമാണ്. രണ്ടിനും തമ്മിൽ ഒരു സാദൃശ്യമില്ല, വൈസാദൃശ്യമാണ് രണ്ടിനും തമ്മിൽ. പ്രാണാദീനാം വിശ്വസൃജാം ശക്തയോ യാഹ പരസ്യ താഹ, അതൊക്കെ ആ പരമേശ്വരന്റെ ശക്തിയാണ്. പാരതന്ത്രിയാത് വൈസാദൃശ്യാത് ദ്വയോഹോ പാരതന്ത്രിയാത് വൈസാദൃശ്യാത് ചേഷ്ടായേവ ചേഷ്ടതാം. അതിന്റെ ചേഷ്ട തന്നെയാണ് ചേഷ്ടിക്കുന്നത്, മറ്റൊന്നല്ല. അപ്പൊ എന്താണ്? ഞാൻ ഈ കാണിക്കുന്ന സമസ്ത കൊള്ളരുതായ്മകളും എന്നെ കൊണ്ട് ഈശ്വരൻ ജയിക്കാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയ നമ്മൾ അങ്ങനെ പറയും. നല്ല കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തതാണ്, ബാക്കിയൊക്കെ എന്നെ കൊണ്ട് ഈശ്വരൻ ജയിച്ചതിൽ പങ്കില്ല. ചേഷ്ടൈവ ചേഷ്ടത. ഈശ്വരൻ ഇവിടെ അസ്വതന്ത്രനാണ്. അപ്പൊ നമ്മൾ ഈശ്വരനെ പലപ്പോഴും വഴി പറയും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി വ്യാസൻ ബുദ്ധിപൂർവ്വം ഇട്ട രണ്ട് വാക്കുകളാണ് ചേഷ്ടൈവ ചേഷ്ടത. ഈ ചേഷ്ട തന്നെയാണ് വാസ്തവത്തിൽ ചേഷ്ടിക്കുന്നത്. ഈ ചലനാത്മകമായ ശക്തിയാണ് പദാർത്ഥങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഈശ്വരൻ അല്ല. ഇതൊക്കെ എന്നെ കൊണ്ട് ഈശ്വരൻ ജയിച്ചതാണ് എന്ന് വിചാരിച്ച് അടങ്ങിയിരിക്കേണ്ടെന്നർത്ഥം. കാരണം ഇത് ചെയ്യുന്നത് ഈ എക്വിപ്മെന്റിന്റെ ഉപകരണത്തിന്റെ ശക്തി കൊണ്ടാണ്. പക്ഷെ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഈശ്വരൻ. പക്ഷെ ഇവിടെ ഈശ്വരൻ അസ്വതന്ത്രനാണ്. ഈ ഘടകവും അസ്വതന്ത്രമാണ്. മനോഹരമായ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് വാസ്തവത്തിൽ ഇത്. കാരണം അനേക ശക്തികൾ ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്.
എത്ര തരം എനർജികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഹീറ്റ് എനർജി, വിൻഡ് എനർജി, അതേപോലെ ലൈറ്റ്, സൗണ്ട്, പല തരത്തിലുണ്ട്. ഒരു എനർജി തന്നെയല്ലേ ഈ പലതായിട്ട് മാറുന്നത്. എങ്ങനെ മാറി? ഉപകരണം മാറിയപ്പോൾ, എക്വിപ്മെന്റ് മാറിയപ്പോൾ പല പേരിലായി. ഒരേ കറണ്ട് തന്നെ ബൾബ് കൂടി ആയപ്പോൾ എന്തായി? ലൈറ്റായി. ഫാനിൽ കൂടെ ആയപ്പോൾ കാറ്റായി. മൈക്കിൽ കൂടി ആയപ്പോൾ ശബ്ദമായി. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പം വാസ്തവത്തില് പലതരത്തിലുള്ള ശക്തിയോട് കൂടിയിരിക്കുന്ന ഈ പ്രാണന്റെ സമഷ്ടിയായ ശക്തി, ഇതെല്ലാം പ്രാണൻ എന്നുള്ള ഒരു ഈശ്വര ശക്തിയുടെ ഒരു ചൈതന്യത്തിന്റെ അനേക തരത്തിലുള്ള ഭാവങ്ങൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള അവിടെ ഇതിനെയെല്ലാം പ്രവർത്തിക്കുന്ന ആത്മസ്വരൂപനായ ഈശ്വരൻ, അത് പ്രവർത്തിപ്പിക്കാൻ പര്യാപ്തമായ കാലം, അതിന് ചേരുന്ന ഒരു പ്രകൃതി, അതായത് ഒരു വസ്തു, ഒരു ഘടകം, അതിൽ പ്രവർത്തിപ്പിക്കുന്ന മഹത്തായ ഒരു തത്വം, അതിൽ ഞാൻ എന്ന ജീവാത്മാക്കൾ പദാർത്ഥങ്ങൾ അഭിമാനിക്കുന്ന ഒരു അഹങ്കാര തത്വം, അതേപോലെ മഹാഭൂത പഞ്ചകം, പഞ്ചഭൂതങ്ങൾ, ഇങ്ങനെ പിന്നെ 11 ഇന്ദ്രിയങ്ങൾ, 5 5 10 1 11, 1 മനസ്സാണ്. ഇതാണ് ഈ ലോകകാരണങ്ങൾ എന്ന് ആരും ആശങ്കിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയാണ്. ഇവയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി യാതൊന്നാണ്, അത് ഈശ്വരന്റെ ശക്തിയാണ്. എന്റെ കണ്ണ് കാണിക്കുന്നത്, ചെവി കേൾപ്പിക്കുന്നത്, എന്റെ മൂക്ക് പ്രവർത്തിപ്പിക്കുന്നത് ഒക്കെ ഒരു ശക്തി കൊണ്ടാണ്. പിന്നെ എങ്ങനെ പലതായി? ഞാൻ പറഞ്ഞില്ലേ, ഒരു കറണ്ട് എന്ത് ചെയ്യും? ഒരേ വയറിൽ കൂടെ വന്നിട്ട് അതെന്ത് ചെയ്യും? ശബ്ദമാകും, ഹീറ്റാകും, വിൻഡാകും, പലതായിട്ട് മാറും. ഇതേപോലെ തന്നെ ഒരു ഈശ്വരന്റെ ശക്തി പലതായിട്ട് മാറിയിട്ടാണ് ഈ പ്രപഞ്ചം. അപ്പൊ അങ്ങനെ പലതായിട്ട് മാറുമ്പോൾ താൻ അസ്വതന്ത്രനാണ്. ഇനി പലതായിട്ട് മാറിയത് കൊണ്ട് ഈ വസ്തുക്കളോ അതും അസ്വതന്ത്രമായി. കാരണം അതിനെങ്ങോട്ടും അവിടുന്ന് ശക്തി കിട്ടിയല്ലേ പറ്റുള്ളൂ. കറണ്ട് ഇല്ലെങ്കിൽ ഇത് ചെയ്യത്തില്ല, പ്രവർത്തിക്കില്ല. മനസ്സിലെങ്കിൽ കേൾക്കില്ല, കാണില്ല. അപ്പൊ അങ്ങനെ ഒരു ശക്തി അതിനകത്ത് ആവശ്യമാണ്. അപ്പൊ ഈ ശക്തികളൊക്കെ ഈശ്വരന്റെ ശക്തിയാണ്. എന്തെന്നാൽ അചേതനങ്ങളായ വസ്തുക്കളൊക്കെ ക്രിയാരഹിതങ്ങളാണ്. നോക്കൂ, ഈ കാണപ്പെടുന്ന അചേതന വസ്തുക്കളെയാണ് ചേതനവൽക്കരിക്കുന്നത്. ഇവിടെ അചേതനമായ ബൾബിന് പ്രകാശമുണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? കറണ്ടാണ്. അചേതനമായ മൈക്കിന് ശബ്ദം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? ഈ കറണ്ടാണ്. അപ്പൊ അചേതന വസ്തുക്കൾക്ക് എന്തുണ്ടാക്കുന്നു? ഒരു ചേതന ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരു ശക്തി ഉണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് രണ്ടും പരതന്ത്രങ്ങളാണ്. അതും പരതന്ത്രമാണ്, ഇതും പരതന്ത്രമാണ്. ഏതുപോലെയാണ്? ബാണവും അത് പ്രയോഗിക്കുന്ന ആളും പോലെയാണ്. അമ്പിന് മറ്റൊരാളെ മുറിപ്പെടുത്താൻ കഴിവുണ്ട്, ശരിയാണ്, അതിൻ്റെ അറ്റത്ത്. പക്ഷെങ്കിൽ അത് പ്രയോഗിക്കുന്ന ആളിന്റെ ബലം അനുസരിച്ച് മുറിയൂ, അല്ലെങ്കിൽ മുറിയില്ല. ഈ അമ്പാണ്, അതിന് മുറിക്കാൻ കഴിവുണ്ട്, ചെന്ന് മുറിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണം? നല്ല ഊക്കോട് ശക്തിമത്തായിട്ട് അമ്പ് തൊടുത്തു വിട്ടെങ്കിൽ എന്റെ ശക്തിയാണ് അമ്പ് ചെന്ന് തറയ്ക്കാൻ കാരണം. അല്ലെങ്കിൽ ഈ അമ്പ് ഒന്നും ചെയ്യില്ല. അമ്പ് ഉപകരണമാണ്, അതിലേക്കുള്ള ശക്തി ഞാൻ പ്രയോഗിക്കുക, അല്ലെങ്കിൽ അത് നിഷ്ഫലമാണ്. സുന്ദരമായ രൂപമാണ്. ഒരു ഉദാഹരണം, ബാണവും അത് പ്രയോഗിക്കുന്ന ആളും പോലെയാണ്. അതേപോലെ ഈ പുരുഷന്റെ പ്രേരണ എന്ന ശക്തി ഉള്ളത് കൊണ്ടാണ് അമ്പിന് വസ്തുക്കളെ മുറിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് മുറിക്കില്ല. അതുപോലെ ഈ പ്രാണികളിൽ കാണപ്പെടുന്ന അനേക ശക്തികൾ, അവിടെ പുല്ലുകൾ കാണപ്പെടുന്ന ശക്തി, അത് പരകീയമാണ്, പുല്ലിന്റെ സ്വന്തം ശക്തിയല്ല. പുല്ലിന് തന്നെ എഴുന്നേറ്റ് പ്രവർത്തിക്കാനോ ചലിക്കാനോ ഒന്നും അതിന് പറ്റില്ല. അസ്വതന്ത്രമാണ് ആ പുല്ല്. പക്ഷെ അതിന് ശക്തിയില്ലേ? ഉണ്ട്. അങ്ങനെ ഈ പുല്ലുകളിൽ ഒരു ദിക്കിൽ നിന്ന് മറ്റു ദിക്കിലേക്ക് പോകാൻ ഉള്ള ശക്തി പുല്ലിനില്ല. ശക്തികളൊക്കെ ഉണ്ട്, പക്ഷെ ഈ ശക്തിയില്ല. അതുപോലെ പ്രാണാദികൾക്ക് ലോകത്തെ നിർമ്മിക്കാനുള്ള ശക്തിയില്ല, പക്ഷെ ലോകത്തെ പ്രവർത്തിക്കാനുള്ള ശക്തി. അതേപോലെയാണ് ഈ ഒരു വസ്തുവിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടുന്ന നിർമ്മാണ ശക്തി എന്ന ജ്ഞാനവും അവയുടെ പ്രവർത്തന ഫലമായ ശക്തിയും, ഇത് രണ്ടും ഒരാൾ അതിൽ സന്നിവേശിപ്പിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതില്ല എന്നർത്ഥം. അതേപോലെ നമ്മുടെ അറിവില്ലായ്മയുടെ ദൃഷ്ടിയിലാണ് തിരിച്ചു തോന്നുന്നത്. അതുകൊണ്ട് ഈശ്വരന്
ഈശ്വരനുമുണ്ട്, ആ ശക്തിയുമുണ്ട്. രണ്ട് ശക്തികൾ ഒന്നിച്ചു ചേർന്ന് ലോകത്തെ ഉണ്ടാക്കുന്നു എന്ന് ഇവിടെ ഈ ചേതനവും അചേതനവും എന്നുള്ള രണ്ട് വ്യാപാരങ്ങളെ ആശ്രയിച്ചിട്ടാണ് ലോകത്തിൽ കാണപ്പെടുന്ന സമസ്ത വസ്തുക്കളും കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നത്, ഒന്നായി പ്രവർത്തിക്കുന്നത്. വാളിന് ബലം കിട്ടുന്നത് ഞാൻ കയ്യിലെടുത്ത് വെട്ടുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഈ വാളിനൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല വാളാണ്, ശക്തിയുണ്ട്, പിച്ചാത്തിയാണ്, നല്ല ശക്തിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ പ്രയോഗിക്കുന്നില്ലെങ്കിലോ ഒന്നുമില്ലല്ലോ, അത് അവിടെ തന്നെ ഇരിക്കുള്ളൂ. ഇതേപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത, കാരണം അത് അസ്വതന്ത്രമാണ് ഈ വാളും ഈ പിച്ചാത്തിയൊക്കെ. ഇതൊക്കെ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് അചേതനങ്ങളാണ് ഈ വസ്തുക്കളെല്ലാം. അവയ്ക്കെല്ലാം ഈശ്വരന്റെ ശക്തി പ്രയത്നം കൊണ്ടാണ്. ഇതാരാ നമ്മളെ പഠിപ്പിക്കുന്നത്? വസുദേവൻ. നോക്കൂ, വസുദേവന്റെ ഒരു പ്രഭാഷണം സ്വന്തം മക്കളെ കുറിച്ചാണ്. ആരോടാ പറയുന്നത്? മക്കളോടാണ് പറയുക. എത്ര മനോഹരമായിട്ടാണ് വ്യാസൻ സ്വന്തം പിതാവിനെ കൊണ്ട് സ്വന്തം മക്കളുടെ മാഹാത്മ്യത്തെ ഇങ്ങനെ ഈശ്വര ശക്തിയായി പ്രകീർത്തിപ്പിക്കാൻ പറ്റുക. ഒരുപക്ഷെ ഭാഗവത്തിൽ കാണപ്പെടുന്ന പല തത്വജ്ഞാനത്തിന്റെയും സ്തുതികളെക്കാൾ എത്രയോ ഉത്കൃഷ്ടമാണ് വസുദേവർ ഇപ്പോൾ പുത്രന്മാരെ കുറിച്ച് പറയുന്നത്. പ്രാണാദീനം വിശ്വസജം ശക്തയോ യാഹ പരസ്യതാ പാരതന്ത്ര്യാത് വൈഫാദിഷ്യാത് ദ്വയോശ്ചേഷ്ടൈവ ചേഷ്ടതാം. പ്രാണാദീനം വിശ്വസജം ശക്തയോ യാഹ പരസ്യതാ പാരതന്ത്ര്യാത് വൈഫാദിഷ്യാത് ദ്വയോശ്ചേഷ്ടൈവ ചേഷ്ടതാം. കാന്തിസ്തേജപ്രഭാസത്താ ചന്ദ്ര അഗ്നിർകർഷവിദ്യുതാം യത് സ്ഥൈര്യം ഭൂഭൃതാം ഭൂമേർ ഗന്ധോർത്ഥതോ ഭവാൻ. കാന്തിഃ തേജഃ പ്രഭാ സത്ത. കാന്തി, തേജസ്, പ്രഭ, സത്ത. കാന്തി അതിന്റെ മനോഹാരിത, ആകർഷണീയത. തേജസ് അതിന്റെ തിളക്കം. പ്രഭ അതിന്റെ പ്രകാശം. സത്ത അതിന്റെ ഉണ്മ. ഇതൊക്കെയും ചന്ദ്ര, അഗ്നി, അർക്ക, വൃക്ഷ, വിദ്യുത. ചന്ദ്രാഗ്നിർക്കർഷ വിദ്യുതാം. ചന്ദ്രൻ, അർക്കൻ, അഗ്നി, വൃക്ഷം, നക്ഷത്രം, വിദ്യുത്ത്, മിന്നൽ. ഈ അഞ്ചെണ്ണങ്ങളുടെ, ചന്ദ്രനെ, അഗ്നി, നക്ഷത്രങ്ങൾ, മിന്നലുകൾ, ഇവയുടെ കാന്തി, തേജസ്, പ്രഭ, സത്ത, ഈ അഞ്ചും ഇവയ്ക്കെല്ലാം ഉണ്ട്. ചന്ദ്രന് കാന്തിയുണ്ട്, ചന്ദ്രന് തേജസ്സുണ്ട്, ചന്ദ്രന് പ്രഭയുണ്ട്, ചന്ദ്രന് സത്തയുണ്ട്. അഗ്നിക്കുണ്ട്, അർക്കനുമുണ്ട്, വൃക്ഷങ്ങൾക്കുണ്ട്, നക്ഷത്രങ്ങൾക്കുണ്ട്, വിദ്യുത്തുകൾക്കുണ്ട്. ഇത് സ്ഥൈര്യം. ഈ യാതൊരു സ്ഥിരതയാണോ, യാതൊരു ഉറപ്പാണോ ഭൂഭൃതാം ഭൂമേഹ വൃത്തി ഗന്ധോ അർത്ഥതോ ഭവാൻ. ഭൂമിയുടെ വൃത്തി, ഭൂമിയുടെ ധർമ്മമായ ഗന്ധ. ഭൂമിയുടെ ധർമ്മം എന്താണ്? ഗന്ധം. ഗന്ധവതി പൃഥ്വി എന്ന തർക്കശാസ്ത്രം ഭൂമിയുടെ ലക്ഷണം പറയുമ്പോൾ പറയും തത്ര ഗന്ധവതി പൃഥ്വി. അവിടെ ഗന്ധമുള്ളതാണ് പൃഥ്വിയുടെ ധർമ്മം ഗന്ധവത്വമാണ്. അതുകൊണ്ട് ഭൂമേഹേ വൃത്തി ഗന്ധ അർത്ഥതോ ഭവാൻ. അത് വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ അങ്ങ് തന്നെയാണ്. കാരണം ഈ പ്രാണാദികളൊക്കെ പരതന്ത്രങ്ങളാണെന്ന് പറഞ്ഞത് ഒന്നും കൂടി വിസ്തരിക്കാൻ പോവാണ്. ഈ കാണപ്പെടുന്ന ഈ പ്രകാശത്തിന്റെ ഗോളകമായി ഭൂമിയെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന 5 ഘടകങ്ങൾ, ചന്ദ്രൻ, അർക്കൻ, അഗ്നി, വൃക്ഷം, വിദ്യുത്ത്, ഇവയുടെ ഈ തേജസ്സുകൾക്ക് കാരണം ഇവയുടെ സ്ഥിരത, ഇവയുടെ സ്ഥിരമായി നിലനിൽക്കുന്നത്. ചന്ദ്രൻ കൃത്യമായും മാസങ്ങൾ തോറും ഉദിച്ച് വളർന്ന് 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 പൂർണ്ണമായി ക്ഷയിച്ച് കുറഞ്ഞ് ഇല്ലാതായി പോകുന്നത് നമ്മളുടെ ആരുടെയും പ്രേരണ കൊണ്ടല്ല, നമ്മൾ പറഞ്ഞിട്ടല്ല, നമ്മളുടെ കഴിവുകൊണ്ടുമല്ല. പിന്നെ ഇത് ആരാണ് ഇതിനെ നിയോഗിച്ചത്?
ഇതിന്റെ തേജസ് ആരുടേതാണ്? അർത്ഥതോ ഭവാൻ. ഇതിന്റെയൊക്കെ കാരണം അങ്ങ് തന്നെയാണ്. അങ്ങയുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ശോഭിക്കുന്നത്. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമേ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി എന്ന് ആ കേനോപനിഷത്ത് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഈ ഭാഗവതവും ഈ വസുദേവരെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. അതുകൊണ്ട് യാതൊരു സ്ഥിരതയാണോ ഇവയ്ക്കുള്ളത്? ഈ ഭൂമി നശിക്കുന്നത് വരെ, പ്രപഞ്ചങ്ങൾ നശിക്കുന്നത് വരെ മിന്നലുണ്ടാകും, ചന്ദ്രനുണ്ടാകും, അഗ്നി ഉണ്ടാകും, അർക്കനുണ്ടാകും, ഇതൊക്കെ ഇവിടെ നിലനിൽക്കും. അത് എന്താണ്? ഈ രാജാക്കന്മാരുടെ കഴിവ് കൊണ്ട് അല്ല. ഭൂമിയുടെ ഗന്ധവത്വം എന്നുള്ളത് ഭൂമിയുടെ കഴിവല്ല, ഭൂമിക്ക് കിട്ടിയ ധർമ്മമാണ്. അത് എവിടുന്ന് കിട്ടി? ഈശ്വരനിൽ നിന്ന് കിട്ടി ഈ ധർമ്മം. ഇതില്ലെങ്കിൽ ഭൂമിയില്ല. അപ്പൊ രാജാക്കന്മാർ സ്വയം വിചാരിക്കും എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ, അല്ല എന്നർത്ഥം. ഒരു മനുഷ്യനും വിചാരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഈശ്വരന്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം നിലനിന്ന് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് ബോധ്യായിരിക്കുന്നു. കാന്തി തേജ പ്രഭാസത്ത ചന്ദ്ര അഗ്നർക്ക ചന്ദ്ര അഗ്നർക്കർക്ഷവിദ്യുതാം യത് സ്ഥൈര്യം ഭൂപതാം ഭൂമേർ വൃത്തഗന്ധോത്തോ ഭവാൻ. കാന്തി തേജ പ്രഭാസത്താം ചന്ദ്രാഗ്നർക്കർക്ഷവിദ്യുതാം യത് സ്ഥൈര്യം ഭൂപതാം ഭൂമേ വൃത്തഗന്ധോത്തോ ഭവാൻ. തർപ്പണം പ്രാണനം അപാം ദേവത്വം താശ്ചതദ്രഫ ഓജഫഹോ ബലം ജ്യേഷ്ഠാഗതർ വായോസ്തവേശ്വരാം. തർപ്പണം സന്തോഷിപ്പിക്കൽ, പ്രാണനം ജീവൻ ഉണ്ടാക്കി കൊടുക്കൽ, അപാം വെള്ളങ്ങൾക്ക്. ഹേ ദേവ, ത്വം താശ്ചതദ്രഫ, അങ്ങ് താശ്ച അവകളുടെ രസവും അങ്ങ് തന്നെയാണ്. ജലത്തിന്റെ രണ്ട് കഴിവുകളാണ്. ഒന്ന്, അത് കുടിച്ചു കഴിഞ്ഞ് ദാഹം ശമിപ്പിച്ചുണ്ടാകുന്ന ഒരു തൃപ്തി. ഇതാര് പറഞ്ഞിട്ടാണ് ഉണ്ടായത്? വെള്ളം കുടിച്ചു, ഹാവു തൃപ്തിയായി, സന്തോഷമായി, ദാഹം തീർന്നു. ഈ വെള്ളത്തിന് ഈ ദാഹത്തെ ശമിപ്പിച്ച് നമ്മളെ സംതൃപ്തമാക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? വെള്ളത്തിനുണ്ട്. അതാണ് തർപ്പണം. പിന്നെ എന്താണ്? ജീവിപ്പിക്കാനുള്ള കഴിവ്. ജലം ജീവൻ കൊടുക്കുന്നതാണ്. ബോധം കെട്ട് കിടക്കുന്ന ആൾക്കാരുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചാൽ പെട്ടെന്ന് അതിന്ത് ചെയ്യും? ബോധം വിട്ടെഴുന്നേറ്റ്. അപ്പൊ പ്രാണന്റെ ഗതിയെ നന്നാക്കി ജീവിപ്പിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? വെള്ളത്തിന് ഉണ്ട്. ഈ രണ്ട് കഴിവുകൾ, തർപ്പണം, പ്രാണനം, അപാം, വെള്ളത്തിന്റെ ഈ രണ്ട് കഴിവുകള്, ഹേ ദേവ, അത് ജലത്തിന്റെ രസവും തദ്രഫ താശ്ച, ജലത്തിന്റെ മധുരിമ എന്ന രസവും. ഇത് ആരുണ്ടാക്കി കൊടുത്തു? വെള്ളത്തിന് ഈ മധുരരസം. മറ്റൊന്നും രസമായിക്കൂടെ? ഞാൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുമോ? തൽക്കാലത്തേക്ക് മാറ്റാം, അത്രേ ഉള്ളൂ. സ്ഥായിയായ രസം മാറില്ല. അതുപോലെ ഓജസ് സഹ ബലം ചേഷ്ട ഗതിഹി വായോഹു തവ ഈശ്വര. ഓജസ് ഇന്ദ്രിയ ബലം, സഹ അന്ധകരണത്തിന്റെ ബലം, അടുത്ത ബലം പ്രാണന്റെ ബലം, ചേഷ്ട ഇന്ദ്രിയങ്ങളിലെ വ്യാപാര ശക്തി. ഇത്രയും വായുവിന്റെ ഗതി, ചലനശക്തിയും അങ്ങയുടേതല്ലേ? ഓജസ് സഹ ബലം ചേഷ്ട വായോഹോ ഗതി തവ ഈശ്വര. ഈ വെള്ളത്തിനെ ഇവിടെ തർപ്പണമെന്നും പ്രാണമെന്നുമുള്ള രണ്ട് ശക്തിയും അവയുടെ രസവും അങ്ങല്ലേ പ്രദാനം ചെയ്തത്. അപ്പോഴല്ലേ വെള്ളം വെള്ളമായത്. വെള്ളത്തിന്റെ ഉപയോഗയോഗ്യത കൊണ്ട് നമ്മൾ അത് അനുഭവിക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ശക്തി അങ്ങയിൽ നിന്ന് വെള്ളത്തെ കിട്ടുകയാണ്. വായുവിനും അങ്ങ് തന്നെയാണ്. തർപ്പണം പ്രാണനം അപാം ദേവത്വം താശ്ചതദ്രഫ ഓജഫഹോ ബലം ജ്യേഷ്ഠാഗതരോ വായോസ്തവേശ്വര.
തർപ്പണം പ്രാണനമപാം ദേവത്വം തശ്ചതുദ്രഫാം ഓജഫഹോബലം ജ്യേഷ്ഠാഗതർ വായോസ്തവേശ്വരാം ദിശം ത്വമവകാശോഫി ദിശഖം സ്ഫോട ആശ്രയാം നാദോ വർണ്ണത്വമോങ്കാര ആകൃതീനം പൃഥകൃതി ദിശാം ദിക്കുകളുടെ അവകാശ ദിക്കുകളുടെ സ്ഥലപരിമിതി അവകാശം എന്ന് വെച്ചാൽ അവയ്ക്കകത്ത് സ്ഥിതി ചെയ്ത് പ്രകാശിപ്പിക്കാനുള്ള കഴിവാണ്. അവകാശോദീപ്തവുന്ന ധാതുവിനാണ് അവകാശം എന്ന വാക്കുണ്ടായത്. നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്ന നമ്മുടെ അവകാശം അല്ല ഇവിടെ വിവക്ഷിക്കുന്ന അർത്ഥം. നമുക്ക് അവകാശം എന്ന് കേട്ടാൽ എൻ്റെ അവകാശം അവരുടെ അവകാശം എന്ന് അറിയൂ. അവ എന്നുള്ള ഉപസർഗമാണ്. കാശ്വദീപ്തവുന്ന ധാതുവിൽ നിന്നുണ്ടായ വാക്കാണ് കാശം. അവകാശം എന്ന് വെച്ചാൽ അത് സമ്പൂർണമായും ആ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാൻ പറ്റുന്ന അതിന്റെ പ്രവൃത്തി പരിധി മണ്ഡലം. ദിശാംത്വം അവകാശ ദിക്കുകളുടെ പ്രവർത്തനക്ഷമമായ സ്ഥലം മുഴുവൻ അങ്ങാണ്. ദിക്കിനെ നിശ്ചയിച്ചത് ആരാണ്? ഞാനാണോ നിശ്ചയിച്ചത്? ഇവിടം കിഴക്കാകട്ടെ, എന്നാ പിന്നെ എനിക്ക് നാളെ എണീക്കുമ്പോൾ മാറി ഇവിടം കിഴക്കായിക്കോട്ടെ അവിടെ പടിഞ്ഞാറായിക്കോട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റില്ലേ? ഞാനാണെങ്കിൽ അല്ല. അതുകൊണ്ട് നമുക്കാർക്കും മാറ്റാനും പറ്റില്ല. എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ടായാലും എത്ര ഋഷീശ്വരന്മാരുണ്ടായാലും ആർക്കും ഈ കിഴക്ക ദിക്കിനെ മാറ്റിയിട്ട് തെക്കാക്കാൻ പറ്റില്ല. എന്നാൽ ഒന്ന് ശ്രമിച്ചുകൂടെ? ആവില്ല. കാരണം ആ ദിക്കിന്റെ അവകാശത്തെ പരിമിതിപ്പെടുത്തിയത് അങ്ങാണ്. അതിനെ ആർക്ക് മാറ്റാൻ പറ്റും? എന്ത് പണ്ഡിതനാണ് ഈ വസുദേവര്! നമ്മൾ വിചാരിച്ചു വെറും പാവമാണെന്ന് വിചാരിച്ചു ഞാൻ. അദ്ദേഹത്തിന്റെ ആ ഓരോ വാക്കിൽ കൂടി വ്യാസൻ കൊടുത്ത കഴിവ് ഏത് കഥാപാത്രങ്ങളെയും ഉത്കൃഷ്ടമാക്കി മാറ്റാൻ വ്യാസനെ ശ്രദ്ധിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവ് ആരായിരിക്കണം എന്ന് വ്യാസന് നല്ല ഉറപ്പാണ്. നന്ദഗോപരല്ല, ഇവിടെ വസുദേവരാണ്. ദിശം ത്വമവകാശോ അഫി ആകുന്നു. ദിശഃ ഖം സ്ഫോട ആശ്രയാം ദിക്കുകളും ഖം ആകാശവും സ്ഫോടം ശബ്ദം സ്ഫുടതി ഇതി സ്ഫോട സ്ഫുടിച്ചു വരുന്നതാണ് ശബ്ദം. അതേപോലെ നാദഃ നദിക്കുന്നത്, വർണ്ണഃ വരിക്കുന്നതായ അക്ഷരവും ഓങ്കാരമെന്ന പ്രണയവും ആകൃതികളുടെ പൃഥക്കൃതികളും ആകൃതീനാം പൃഥക്കൃതി രൂപങ്ങളുടെ വെവ്വേറെ കാണിക്കുന്ന പേരുകൾ ഒക്കെ അങ്ങ് തന്നെയാണ്. ഈ ആകാശമെന്ന അന്തരീക്ഷത്തിൽ രൂപങ്ങൾ മാറി വസ്തുക്കൾക്ക് പല പേര് കൊടുത്തല്ലേ? തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്. അത് ഈ ഒരു 5 സെന്റ് സ്ഥലത്തെ 2 സെന്റിനകത്ത് ഒതുങ്ങിക്കൂടി അവർ നിൽക്കുകയാണ്. പക്ഷെ അവർക്ക് അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ കർമ്മം കൊണ്ടും അവരുടെ ഗുണം കൊണ്ടും പേര് മാറ്റി. എല്ലാവരിലും ശക്തിയുണ്ട്. മാവിൻ്റെ അകത്ത് മാങ്ങ ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട്, പ്ലാവിൻ്റെ അകത്ത് ചക്ക ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷേ എന്ത് ചെയ്തു? പൃഥക് ആകൃതിനാം ആകൃതി മാറ്റിക്കൊടുത്തു. മാവിന്റെ ആകൃതിയല്ല അവിടെ എന്താ പ്ലാവിന്, മാവില പോലെയല്ല പ്ലാവില. ആകൃതി മാറ്റി. ആകൃതി മാറ്റി എന്നല്ല, പൃഥകൃതി അവയുടെ പ്രവൃത്തികളും വേർതിരിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ പ്രകൃതിയിലുള്ള സമസ്ത പദാർത്ഥങ്ങളെയും അവയുടെ സ്ഥല പരിമാണങ്ങളും നിശ്ചയിച്ചത് അങ്ങാണ്. ദിക്കുകളെ നിശ്ചയിച്ചത് അങ്ങാണ്. ആകാശത്തെ ആശ്രയിച്ചിരിക്കുന്ന ശബ്ദ തന്മാത്ര നിശ്ചയിച്ചത് അങ്ങാണ്. അവയുടെ വ്യക്തമായ നാദം, ശബ്ദം, പശ്യന്തി, പരാ, മധ്യമ, വൈഖരി എന്ന അവയുടെ നാദവും അങ്ങ് തന്നെയാണ്. അതിൽ നിന്നും ഉണ്ടായ അക്ഷരം അങ്ങാണ്. അതിൽ നിന്നുമുണ്ടായ പ്രണവസ്വരൂപമായ ഓങ്കാരവും അങ്ങാണ്. സകല രൂപങ്ങളെയും വിഭാഗീകരിച്ച് പലതാക്കി മാറ്റി. അവ ധരിക്കുന്ന പേര് പലതാക്കി മാറ്റി. അവയുടെ വർണ്ണങ്ങൾ പലതാക്കി, ആകൃതി പലതാക്കി, അവയുടെ നിറങ്ങൾ പലതാക്കി. ഇത്രയൊക്കെ മാറ്റങ്ങൾ വെച്ച് അത് തന്നെയാണ്. നമ്മളാർക്കിലാണോ? അല്ല. ഇവിടെയാണ് നമ്മളുടെ കഴിവൊന്നും അല്ലാതെ ഈശാവാസ്യവിധം എന്ന് സ്ഥാപിക്കപ്പെടുകയാണ്.
ആ ഈശ്വരന്റെ ചൈതന്യം പ്രപഞ്ചത്തിൽ നിൽക്കുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ നിൽക്കാൻ കാരണം നല്ല തെളിവാണ്. കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല എന്ന് അതേ പറഞ്ഞു. അധോക്ഷജനാണങ്ങ്. ഇവിടെയൊക്കെ നിപ്പുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇന്ദ്രിയജ്ഞാനം കൊണ്ട് കണ്ടറിയാൻ പറ്റില്ല. ദിശാം ത്വമവകാശോഫി ദിശഖം സ്ഫോട ആശ്രയാം നാദോ വർണ്ണസ്ത്വമോങ്കാര ആകൃതീനാം പൃഥകൃതിം. ദിശാം ത്വമവകാശോഫി ദിശഖം സ്ഫോട ആശ്രയാം നാദോ വർണ്ണസ്ത്വമോങ്കാര ആകൃതീനാം പൃഥകൃതിം. ഇന്ദ്രിയം ത്വിന്ദ്രിയാണാം ത്വം ദേവാശ്ചതനുഗ്രഹം അവബോധോ ഭവാൻ ബുദ്ധിർ ജീവസ്യാനുസ്തിഫതി. ഇന്ദ്രിയം തു ഇന്ദ്രിയാണാം ത്വം ദേവാഹ ച തദനുഗ്രഹ. ഇന്ദ്രിയാണാം ഇന്ദ്രിയം ത്വം, ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയം അങ്ങാണ്. ദേവാഹ ച ദേവന്മാരും അങ്ങാണ്. തദനുഗ്രഹ അവരുടെ അധിഷ്ഠാന ശക്തിയായ അനുഗ്രഹവും അങ്ങ് തന്നെയാണ്. ഇന്ദ്രിയം തു ഇന്ദ്രിയാണാം ത്വം ദേവാശ്ചതനുഗ്രഹ അവബോധോ ഭവാൻ ബുദ്ധേഹി ജീവസ്യ അനുസ്മൃതിസ്പതി. അവബോധം അങ്ങാണ്. അവബോധം ആ ഉറപ്പിക്കാനുള്ള കഴിവ്. ഇത് കണ്ടിട്ട് ഇത് മാവാണെന്ന് ഇത് പ്ലാവാണെന്ന് അത്യവസാനം ചെയ്യാനുള്ള ഒരു കഴിവ്. അത് ആരിൽ നിന്ന് കിട്ടിയതാണ്? ഓരോരുത്തർ പറഞ്ഞതാണ്. പക്ഷെ ഇത് എൻ്റെ ഉള്ളിൽ എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റി? അതുകൊണ്ട് ബുദ്ധിയുടെ അധ്യവസായ ശക്തി എന്ന അവബോധവും അങ്ങാണ്. ജീവസ്യ ജീവന്റെ യഥാർത്ഥമായ ആ ഉറപ്പിച്ചു നിർത്താനുള്ള ശക്തിയും അങ്ങ് തന്നെയാണ്. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള ശക്തി കൊടുത്തത് അങ്ങാണ്. കണ്ണുകൊണ്ട് രൂപത്തെ കാണുക, ചെവി കൊണ്ട് ശബ്ദത്തെ അറിയുക, മൂക്കുകൊണ്ട് മണമറിയുക. ഇതാരാ കൊടുത്തേ? നമ്മളാരും അല്ലല്ലോ. തിരിച്ചാക്കിയാലോ? മൂക്കുകൊണ്ട് ശബ്ദം അറിയാൻ പറ്റുക, ചെവി കൊണ്ടോ മണക്കാൻ പറ്റുക? പറ്റുമോ? ഇല്ല. ശാസ്ത്രമുണ്ടല്ലോ, കഴിവുണ്ടല്ലോ, ഒന്ന് കണ്ടുപിടിച്ചോളൂ. മാറ്റാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ ശക്തിമത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുവെന്ന് മനോഹരമായി വ്യാസം നൽകുന്നു. ഈ 4-5 ശ്ലോകം മാത്രം മതി ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ ശക്തിമത്തായിട്ട് നിലനിൽക്കുന്നു കാണിക്കാൻ. നമ്മുടെ ശക്തി എവിടെ? ഇതൊന്നും മാറ്റാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റുമോ? എനിക്ക് കണ്ണുകൊണ്ടു മണക്കണം എന്ന് ഞാൻ വിചാരിച്ചാലും പറ്റില്ല. അപ്പൊ എന്താണ്? ഇന്ദ്രിയങ്ങൾക്ക് അതാത് വിഷയങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള അതാത് ശക്തിയും ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും, കണ്ണിന്റെ ദേവതയായ അഗ്നി, ചെവിയുടെ ദേവതയായ വായുവും എന്നിങ്ങനെ അതാത് ദേവതകളെയും ആ ദേവതകൾക്ക് ഇന്ദ്രിയങ്ങളിൽ അധിവസിക്കാനുള്ള ശക്തിയും ജീവന് യഥാർത്ഥ സ്വരൂപത്തെ പിന്തുടർന്നു പോകാനുള്ള ഒരു സ്മൃതിയും അങ്ങ് തന്നെയാണ്. ജീവനെ ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾ കണ്ടാൽ തിരിച്ചറിയുന്നു. ഇത് ആനയാണ്, ഇത് എരുമയാണ്, ഇത് പോത്താണ്, ഇത് പാമ്പാണ്, ഇത് പക്ഷിയാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു? തിരിച്ചറിവുണ്ടാകുന്നില്ലേ? ഇതൊക്കെ എങ്ങനെയാണ്? പുസ്തകം നോക്കി പാഠം നോക്കി പറഞ്ഞു പഠിപ്പിച്ചാണോ? അല്ല. ജനിച്ചു വീഴുന്ന കുട്ടി ഒരാനയെ കണ്ടാൽ പേടിച്ചിങ്ങനെ അരണ്ട് മാറി നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലുണ്ട് ഈ അവബോധം. അത് ഈശ്വര ശക്തി സ്വരൂപമായ ഒരു അവബോധം ഈ പദാർത്ഥങ്ങൾക്കെല്ലാം ഉള്ളത് നമ്മിൽ എത്തിക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ. ഇന്ദ്രിയം ത്വിന്ദ്രിയാണാം ത്വം ദേവാശ്ചതനുഗ്രഹ അവബോധോ ഭവാൻ ബുദ്ധിർ ജീവസ്യാനുസ്മൃതിസ്പതി. ഇന്ദ്രിയം ത്വിന്ദ്രിയാണാം ത്വം ദേവാശ്ചതനുഗ്രഹ അവബോധോ ഭവാൻ ബുദ്ധിർ ജീവസ്യാനുസ്മൃതിസ്പതി. സ്പതി എന്ന് വെച്ചാൽ ഉള്ളത്. ഭൂതാനാമഫി ഭൂതാദി ഇന്ദ്രിയാണം ച തൈജസാം വൈകാരികോ വികൽപ്പാനം പ്രധാനമനുഷായിനാം. ഭൂതാനാമഫി ഭൂതാദിഹി ഭൂതാനാം ഭൂതാദിഹി ത്വമഫി. ആകാശാദികളായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾക്ക്
ആദിമകാരണമായ താമസാഹങ്കാരം എന്ന ആ താമസാഹങ്കാരത്തിൽ നിന്നാണ് ആകാശാദികളായ പഞ്ചഭൂതങ്ങൾ സൃഷ്ടിച്ചതെന്ന് ഇതിനു മുമ്പ് സൃഷ്ടിക്രമത്തെ വർണ്ണിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. തൈജസം താമസം എന്നൊക്കെയുള്ള 3 ഗുണങ്ങളിൽ നിന്നാണ് ദേവന്മാരുണ്ടായി, മനുഷ്യരുണ്ടായി, ഇന്ദ്രിയങ്ങളുണ്ടായി എന്നിങ്ങനെ ഓരോന്നും അന്ന് പട്ടിക നിരത്തി നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഭൂതങ്ങളുടെ ഉൽപ്പത്തി കാരണമായ താമസാഹങ്കാരവും അങ്ങ് തന്നെയാണ്. ഇന്ദ്രിയാണം ച തൈജസ, ഇന്ദ്രിയങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായ ഈ തൈജസാഹങ്കാരവും അങ്ങ് തന്നെയാണ്. അതിനെയാണ് രാജസാഹങ്കാരം എന്ന് പറയുന്നത്. തൈജസവും രാജസവും ഒന്ന് തന്നെയാണ്. വൈകാരികോ വികൽപ്പാനം പ്രധാന മനുഷ്യായിനാം, വൈകാരിക വികാരത്തെ സംബന്ധിക്കുന്നത്, അനുഷായിനാം പിന്തുടർന്നു പോകുന്ന ജീവന്മാരുടെ പ്രധാനവും ത്വം അങ്ങ് തന്നെയാണ്. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്ന ഈ ഭൂതങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായ, ദേവന്മാരുടെ ഉൽപ്പത്തിക്ക് കാരണമായ വൈകാരികമായ, തൈജസമായ, രാജസമായ 3 അഹങ്കാരമാണ്. താമസം, രാജസം, വൈകാരികം. ഈ 3 ആ സാത്വികമായ അഹങ്കാര വൃത്തിക്കും അതിൽ വസിക്കുന്ന ജീവന്മാരുടെ സംസാര കാരണത്തിന് പ്രധാനപ്പെട്ട കാരണം അങ്ങാണ്. എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഈ 3 തരം ഭാവങ്ങൾക്ക്, എൻ്റെ ഉള്ളിൽ എൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ദേവതയുടെ ശക്തിയുണ്ട്, ഒരു മനുഷ്യന്റെ ശക്തിയുണ്ട്, ഭൂതങ്ങളുടെ ശക്തിയുണ്ട്. ഇതൊക്കെ എൻ്റെ, അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരനെ കാണുമ്പോൾ ഈശ്വരനാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. ഒരു കൃഷ്ണ വിഗ്രഹത്തിൽ നോക്കി കൈകൂപ്പുന്നത് എൻ്റെ ഉള്ളിലുള്ള വൈകാരിക അഹങ്കാരത്തിന്റെ സ്വഭാവം കൊണ്ടാണ്. അതേപോലെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പഞ്ചഭൂതങ്ങളെ കാണുന്നത് അതിലുള്ള രാജസ സ്വഭാവം കൊണ്ടാണ്. ആകാശാദികളായ പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി ഞാൻ അനുഭവിച്ചറിയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള താമസ അഹങ്കാരം കൊണ്ടാണ്. അപ്പോൾ ഈ സമസ്ത പദാർത്ഥങ്ങളിലും ഉള്ള അഹംബോധം അങ്ങയുടെ ശക്തി കൊണ്ട് തന്നെയാണ്. ഭൂതാനാമഭിഭൂതാദി ഇന്ദ്രിയാണം ച തൈജസ, വൈകാരികോ വികൽപ്പാനം പ്രധാന മനുഷ്യായിനം. ഭൂതാനാമഭിഭൂതാദ് ഇന്ദ്രിയാണം ച തൈജസ, വൈകാരികോ വികൽപ്പാനം പ്രധാന മനുഷ്യായിനം. നശ്വരേഷ്വിഹ ഭാവേഷു തദസിത്വമനശ്വരം, യഥാ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം. നശ്വരേഷു ഭാവേഷു, നാശശീലമുള്ള സമസ്ത ഭാവങ്ങളിലും വസ്തുക്കളിലും പദാർത്ഥങ്ങളിലും, നശ്വരേഷു ഇഹ ഭാവേഷു ത്വം അനശ്വരം, അങ്ങ് അനശ്വരനായി സ്ഥിതി. അങ്ങ് സ്ഥിതി ചെയ്യുന്ന ഓരോ ഉപകരണങ്ങളും ഇവിടെ അനശ്വരമാണ്. അനശ്വരമായ വസ്തുക്കളിൽ, നശ്വരമായ വസ്തുക്കൾ അങ്ങ് അനശ്വരനായി സ്ഥിതി ചെയ്യുന്നു. നശിച്ചു പോകുന്ന സ്വഭാവമുള്ളതാണ് പദാർത്ഥങ്ങളൊക്കെ, ഉറപ്പാണ്. അവയിൽ നശിക്കാതെ അവശേഷിക്കുന്ന ഒരു വസ്തു അങ്ങ് തന്നെയാണ്. എങ്ങനെയെന്നാൽ മണ്ണ്, അതേപോലെ പല ദ്രവ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ പലവിധത്തിലുള്ള പാത്രങ്ങൾ, മണ്ണ് കൊണ്ട്, സ്റ്റീല് കൊണ്ട്, സ്വർണം കൊണ്ട്, വെള്ളി കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയ പലതരം പാത്രങ്ങളുണ്ട്. ഈ പാത്രങ്ങളെല്ലാം ആ നാമരൂപങ്ങൾ നശിച്ചാൽ പിന്നെ അത് വീണ്ടും മണ്ണും സ്വർണവുമായിട്ട് അവശേഷിക്കും. ഈ കുളം എന്നുള്ള പേര് പോയാൽ അത് മണ്ണാകും. ആ മണ്ണ് തന്നെ വീണ്ടും കുളമാകും. ആ കുളം എന്നുള്ള പേര് പോകുമ്പോൾ പിന്നെയും മണ്ണാകും. അപ്പൊ നശ്വരമായ ഭാവങ്ങളിൽ അനശ്വരനായ അങ്ങ് എപ്പോഴും സ്ഥിതി ചെയ്യുന്നു. ഏതുപോലെയാണ്? ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം. ഓരോ ദ്രവ്യങ്ങളുടെയും വികാരത്തിൽ ദ്രവ്യമാത്രമായി, ദ്രവ്യത്തെ മാത്രം നിരൂപിക്കുന്നത് പോലെ സകല പദാർത്ഥങ്ങളിലും അങ്ങ് അന്തശക്തിയായി പരിലസിക്കുന്നു. നശ്വരേഷു ഇഹഭാവേഷു തദസിത്വമനശ്വരം, യഥാ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം.
നശ്വരേഷു ഇഹ ഭാവേഷു തദഫിത്വമനശ്വരം യഥാ ദിവ്യവികാരേഷു ദിവ്യമാത്രം നിരൂപിതം. നമുക്ക് ഇത് തീർന്നില്ല. വസുദേവരുടെ ഈ തത്വോപദേശങ്ങള് ഒരു 5-10 ശ്ലോകങ്ങളുടെ അദ്ദേഹം പൂർത്തിയാക്കത്തുള്ളൂ. ഇനി 20ഓളം ശ്ലോകങ്ങളിലാണ്. നമുക്ക് 12 വരെ ആയിട്ടു. നമുക്ക് ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. നമ്മുടെ സമയം ഏതാണ്ട് പാകമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംശയം. എന്നാലും ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഇവിടെ അദ്വൈത സിദ്ധാന്തം